ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് പുതിയൊരു വ്ളോഗാണ്. എല്ലാവർക്കും വെൽക്കം. അപ്പം ഇന്നൊരു സ്പെഷ്യൽ ഡേ കൂടിയാണ്. നമ്മൾ അനഘൻ്റെ എൻഗേജ്മെൻറ്റ് ഈ മൺത്ത് എന്തായാലും നടക്കും. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് പർച്ചേസിങ്ങും കാര്യം, പിന്നെ 4 ദിവസം മുന്നേ നമ്മൾ അഗീൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതിൻ്റെ സെലിബ്രേഷൻ കൂടിയാണ് ഈ വീഡിയോയിൽ. ഫൈനലി എല്ലാവരും വന്നിക്കണേ. അഗീൻ്റെ ബർത്ത്ഡേൻ്റെ ഒരു സെലിബ്രേഷൻ കൂടിയാണല്ലോ ഈ വ്ളോഗ്. അപ്പോൾ അഗിയോ അനഘയാണ് ഏറ്റവും ലേറ്റായി വന്നത്. ഇവിടെ ബാക്കിൽ എല്ലാവരും കാണാം. പിന്നെ വെയിലോണ്ട് എനിക്ക് നല്ല വീഡിയോ എടുക്കാനൊന്നും കഴിയില്ല. അപ്പോൾ ബാക്കി ശിശുവിനെ കഴിയട്ടെ. അങ്ങനെ നമ്മൾ നേരെ പോയത് ഹണി കേക്കിലേക്ക്. അഗിക്ക് സർപ്രൈസ് ആയിട്ടുള്ള വീഡിയോ ആണ് എടുക്കണേ. അങ്ങനെ ഹണി കേക്കിലെത്തി. നമ്മൾ കേക്കൊക്കെ ഓർഡറാക്കി. ചോക്ലേറ്റ് ട്രഫിളിൻ്റെ കേക്കാണ് വാങ്ങിയത്. പിന്നെ ഹാപ്പി ബർത്ത്ഡേ അഗീന്നൊക്കെ എഴുതി നല്ല സെറ്റാക്കി, നല്ല അടിപൊളി കേക്ക്. അങ്ങനെ നമ്മൾ അതിന് വേണ്ടി വെയിറ്റാക്കി അവിടെ ഇരുന്ന്. എല്ലാവരും വീഡിയോക്ക് വേണ്ടി നന്നായി അഭിനയിക്കണൊക്കെ ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവിടുത്തെ കാഴ്ചകൾ കേട്ടോ. അങ്ങനെ കേക്ക് കട്ടിങ് കഴിഞ്ഞു ഗൈസ്. അങ്ങനെ കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് നമ്മളെല്ലാവരും കേക്കൊക്കെ കഴിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നല്ല ടേസ്റ്റുള്ള കേക്ക് ഉണ്ട്. ചോക്ലേറ്റ് ട്രഫിളാണ്, ഓൾറെഡി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ നമ്മൾ യൂട്യൂബിലേക്ക് വേണ്ട ആവശ്യത്തിന് വേണ്ടുള്ള വീഡിയോസൊക്കെ എടുത്ത്, പിന്നെ നമ്മൾ കുറച്ച് ഫ്രെയിം കാര്യമൊക്കെ അഗിക്ക് ഗിഫ്റ്റായിട്ട് വാങ്ങിനും. അപ്പോൾ അതൊക്കെ അൺബോക്സ് ചെയ്യുന്നൊരു വീഡിയോ ആണത്. നല്ല അടിപൊളി ഈ പ്രിയപ്പെട്ടവരെന്ന് പറഞ്ഞാൽ നല്ല സെറ്റ് ഒരു ഫ്രെയിം ചെയ്യുന്നു കേട്ടോ. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കണം, നല്ല രസമുണ്ട്. പിന്നെ ഒരു നോട്ടൊക്കെ വിഷയൊക്കെ ചെയ്തിട്ടുള്ള ഒരു നോട്ടുണ്ട്. ഓട്ടോറിക്ഷ കയറാൻ പോകണം കഴിച്ച്. നമ്മൾ ബസ് കയറാൻ നമ്മൾ ഇരുന്ന് പോകാനുള്ളൊരു വഴി കണ്ടു. അങ്ങനെ നമ്മൾ ഓട്ടോയിൽ കയറിയിരിക്കണേ. ഒരു 4 ആൾ അനഘ, അനക്ക്, സുവ, അഗി വേറെ ഓട്ടോറിക്ഷയിലാണ്. നമ്മൾ വേറെ ഓട്ടോറിക്ഷയിലാണ്. നമ്മൾ മുന്നിലുള്ള ഓട്ടോറിക്ഷയിൽ വരും, ബാക്കിലുള്ള ഓട്ടോറിക്ഷയിൽ നമ്മളാണ്. അങ്ങനെ നമ്മളിനി അടുത്തത് പോണത് അനഘൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ ഗോൾഡ് പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. അപ്പം ആദ്യം നമ്മൾ ജ്വല്ലറിയിലേക്കാണ് പോണത്. അപ്പം ഇനി ബാക്കി ജ്വല്ലറിയിലെത്തി കാണാം. ബൈ ടാറ്റാ. ഹായ് ഗൈസ്. അങ്ങനെ നമ്മൾ വീണ്ടും പാലായില്ല മെഡിക്കൽ കോളേജിലേക്കുള്ള ബസ് കയറിയില്ലേ. ഇനി ജ്വല്ലറി പോകണം, സ്വർണം മേടിക്കണം. ഓരോരുത്തരും ഇനി കയറി. അങ്ങനെ ബസ് കയറി. ബസ്സിലെല്ലാവരും ഞാൻ കാണിച്ചു. അങ്ങനെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ എത്തിയിട്ട്, വലിയ ദൂരമൊന്നുമില്ല ആ ജ്വല്ലറിയിലേക്ക്. അങ്ങനെ അവിടെ എത്തി നമ്മൾ ബസ് ഇറങ്ങി ഗൈസ്. അങ്ങനെ നമ്മളിവിടെ റീഗൽ ജ്വല്ലറിയിൽ എത്തിക്കണം. നല്ല രസം കേട്ടോ കാണാൻ. നല്ല അടിപൊളി ജ്വല്ലറിയാണ് തോന്നുന്നത് കണ്ടിട്ട്. ഇനി ബാക്കി നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എങ്ങനെയുണ്ട്, അനേക്ക് പറ്റിയ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ജ്വല്ലറിയാണ് നമ്മൾ നോക്കാൻ വന്നത്. അല്ലെ, ആ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളതാണ് നോക്കണത്. അപ്പം ഇനി ബാക്കി അങ്ങനെ നമ്മളെ വെൽക്കം ഒക്കെ ചെയ്തിട്ട് ഡോറൊക്കെ തുറന്നു തന്നിട്ട് നല്ല അത്യാവശ്യം നല്ല അടിപൊളി ജ്വല്ലറിയാണ്. അതിൻ്റെ ഉള്ളിൽ തന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അങ്ങനെ നമ്മൾ ജ്വല്ലറിൻ്റെ അകത്ത് പ്രവേശിച്ചു. ഇവിടെ ലോട്ട് ഓഫ് പീപ്പിൾസ് ഉണ്ട്, കുറേ ആൾക്കാരുണ്ടെങ്കിൽ നല്ലൊരു കുറവുണ്ട് വീഡിയോ എടുക്കണേ. പക്ഷേ യൂട്യൂബറിനെ വീഡിയോ എടുക്കണം. അങ്ങനെ അനഘയ്ക്ക് വേണ്ട കറക്റ്റ് ലൈറ്റ് വെയിറ്റ് ഉള്ള ജ്വല്ലറിക്ക് എങ്ങനെയാണ് ഏതാ റേറ്റ് എന്നൊക്കെ ചോദിച്ചു. അങ്ങനെ നമ്മൾ വീണ്ടും വേറൊരു ജ്വല്ലറിയിൽ വന്നിരിക്കുന്നത് ഭീമയിലാണ്. അവിടെ നോക്കിങ്ങനെ വെച്ചാൽ ഇവിടെ അടുത്ത് ഒരു ജ്വല്ലറിയും കൂടി ഉള്ളതുകൊണ്ട് മാത്രം ഇവിടേക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കയറാൻ അങ്ങനെ നേരെ ഭീമ ജ്വല്ലറിയിലേക്കാണ് പോയത്. അവിടെ നല്ല കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അവിടെ നല്ല പേരുകെട്ട ജ്വല്ലറി ആണല്ലോ, പറയേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മളവിടെ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അവർ നമുക്ക് കോഫിയൊക്കെ തന്ന്. അതിൻ്റെ അടുക്ക് നമ്മൾ ജ്വല്ലറിൻ്റെ കാര്യം എന്തൊക്കെയോ പറയുകയാണ് അതിൻ്റെ അടുക്ക്. പിന്നെ നേരെ നമ്മൾ റിങ് സെലക്ട് ചെയ്യാൻ വേണ്ടി മേലെ സെക്ഷനിലേക്കാണ് പോയത്. അങ്ങനെ അവിടെയൊക്കെ എത്തി നമ്മൾ റിങ് ഒക്കെ സെലക്ട് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കണം. ഇനി അത് പോയി വാങ്ങേണ്ട ഒരിത് മാത്രമേ ഉള്ളൂ. അങ്ങനെ അടുത്തതായി നമ്മൾ എടുക്കാൻ പോണത് അനഘൻ്റെ ചെക്കനിക്ക് വേണ്ടിയുള്ള റിങ്ങാണ്. അപ്പം നമുക്കതൊന്ന് പോയേക്കാം. ഈ 2 റിങ്ങാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇവിടെ പാളയത്തുള്ള പരാഗിലാണ്. അനഘൻ്റെ ഡ്രസ്സിൻ്റെ നോക്കാൻ വേണ്ടിയിട്ടോ. ഇവിടെ നല്ല കളക്ഷനൊക്കെ ഉണ്ടാക്കും. നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവണം. പിന്നെ നല്ല കളക്ഷൻ, കുറേ കളക്ഷൻ ഉണ്ടാക്കും ഇവിടെ. അതിന് വേണ്ടി വന്നാണ്. ബാക്കി ഇപ്പോൾ കാണിച്ചത്. അപ്പോൾ അനഘൻ്റെ മോഡലൊക്കെ നോക്കിയിട്ട് ഇവിടെ സെറ്റാക്കി വന്നിങ്ങനെ നമ്മൾ ക്ലോത്തും കാര്യം മാത്രം എടുത്താൽ മതി. അപ്പോൾ ഗൈസ് നമ്മൾ അനഘം ഈ ഒരു മോഡലിലേക്കാട്ടോ നോക്കണത്. നല്ല രസം കാണാൻ. പിന്നെ അനഘക്ക് കളറിട്ട നല്ല രസം. പിന്നെ എൻ്റെ സുലുവിനെ കുറച്ച് ക്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് ആയിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നെ ഞാനും ഫിദിയും കുറച്ച് അവിടെ ഷോളൊക്കെ ട്രൈ ചെയ്ത് നോക്കി. കാരണം നമുക്ക് എല്ലാവർക്കും കല്യാണം കഴിക്കണമല്ലോ. അപ്പോൾ ഇപ്പോഴേ ട്രൈ ചെയ്ത് നോക്കിയതാട്ടോ. അങ്ങനെ നമ്മൾ പരാഗത്തെ പർച്ചേസ് ഫുള്ള് കഴിഞ്ഞ്. അല്ലെങ്കിൽ ഫുള്ള് ഡ്രസ്സിൻ്റെ
ഷൂസ് ക്ലോത്ത് ഒക്കെ വാങ്ങിക്കണേ. പിന്നെ അടുത്ത് നമ്മൾ നേരെ പോകുന്നത് SM സ്ട്രീറ്റിലേക്കാണ്. അത് ഷോറൂം സാധനം എല്ലാം വാങ്ങിക്കണേ. നമ്മൾ അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്താൽ അപ്പോൾ നമ്മളെ പ്ലാനൊന്ന് ചെറുങ്ങനെ മാറ്റിക്കണേ. ഇപ്പോൾ SM-ലേക്കല്ല നമ്മൾ പോണത്. നമ്മൾ അത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ടൈലർ ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടേക്കാണ് പോണത്. കുറച്ച് സ്റ്റെപ്പൊക്കെ കയറി ഇങ്ങനെ പോകണം. സ്റ്റിച്ച് ചെയ്യാനും കൊടുത്ത് നമ്മൾ നേരെ പാളയത്തിൽ നമ്മൾ അണ്ടർഗ്രൗണ്ട് റോഡില്ലേ അതിലൂടെ ആയിട്ട് പോയത്. പിന്നെ അവിടുന്ന് വീഡിയോ നന്നായി എടുക്കാൻ പറ്റില്ല, കാരണം വലിയ ഭംഗിയില്ലേ വീഡിയോ എടുത്തിട്ട്. അതിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ കുറച്ച് ഇങ്ങനെ ഒന്ന് കാണിച്ചു തന്നെ കേട്ടോ. അങ്ങനെ ചോക്കർ മേടിക്കാൻ വന്നതാണ് കേട്ടോ. ചോക്കർ അത് കഴിഞ്ഞ് ചോക്കറൊക്കെ ഒന്ന് ഞാനും ട്രൈ ചെയ്ത് നോക്കി. ഇതൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിന്. പിന്നെ നേരെ ചെരുപ്പ് വാങ്ങാൻ പോയി. ചെരുപ്പും എല്ലാം വാങ്ങി. പിന്നെ നമ്മൾ നേരെ പോയി നമ്മളെന്നും ചായ ഒക്കെ കുടിക്കുന്ന ലൈമ കുടിക്കുന്ന അവിടെ പോയിട്ട് നമ്മൾ ചായ എല്ലാം കുടിച്ച് പോയി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ.